മണിയായിട്ടില്ല, സണ്ണ് വീഴാറായിട്ടില്ലല്ലോ. അതാ എന്താ ഭംഗിയിൽ പോണം. ഗീസല്ലേ ഇതാണ് നമ്മുടെ റോസാപ്പൂ. ആ മരത്തുനിന്നിരിക്കണ ഇതായിട്ട് ഇവിടുത്തെ അണ്ണാൻ കുഞ്ഞാട്ടത്. നമ്മുടെ നാട്ടിലെ ശരിക്കുള്ള അണ്ണാൻ്റെ വലിക്കുന്നത് കുഞ്ഞാട്ടം.
കാണിക്കുന്നില്ല നിങ്ങളതിനെ. കാരണം റോസ് തന്നെ കാണിച്ചിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാതിരി ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് മറ്റേ റോസ് ഉണ്ടല്ലോ, ആ റോസമ്മ ഉണ്ടല്ലോ, ഇതമ്മേ നിറച്ചും പൂവ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ വലുതായി. ഇതിപ്പോൾ പൂവാറായിട്ടുണ്ട് കേട്ടോ. കാരണം അതാ കുറേ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു, എന്തോരം പൂവുണ്ടായിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞൊരു മുട്ട് ഉണ്ടായി നിൽക്കണമെങ്കിൽ എൻ്റെ പൂവൊക്കെ ഇപ്പോൾ വിരിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു കിളി കിടന്നിട്ട് നല്ല സൗണ്ടിൽ പാട്ട് പാടുന്നുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ റോസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം മഴ പെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസിൻ്റെ പൂവിനൊക്കെ ഭയങ്കര കട്ടിയാണല്ലോ, ഭയങ്കര തിക്കാണല്ലോ. അതുകൊണ്ട് തന്നെ പൂ പെട്ടെന്ന് നാശമാവും. ഇന്ന് ഞാൻ വിചാരിച്ചു മഴ പെയ്യുമ്പോൾ പൂ ചിലപ്പോൾ പോകുമെന്ന് വിചാരിച്ചു. എന്താ അതിൻ്റെ അടുത്തൊരു നടുവ് നിൽക്കുന്ന ആൾ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് കുറച്ച് വിരിഞ്ഞിട്ടുണ്ട്, അപ്പുറത്ത് നിൽക്കുന്നത് മുട്ട്. എന്തൊരു ഭംഗിയല്ല, ശരിക്കും നേരിട്ട് കാണണം. എനിക്ക് തോന്നുന്നത് ക്യാമറയിൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഭംഗി കാണുന്നില്ല. ഞാൻ എപ്പോൾ ഈ റോസ് കണ്ട് ക്യാമറയിൽ പിടിച്ചാൽ ഞാൻ എപ്പോഴും എനിക്കാണ് ഒരു ഡയലോഗ് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്ര നല്ല ഭംഗിയുള്ള റോസാപ്പൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. അത്രയ്ക്കധികം ഭംഗിയും അത്രയ്ക്കധികം രസമാണ്. ഇത് നോക്കിയാൽ ഫുള്ള് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ലൈറ്റ് ആവും എന്ന് പറഞ്ഞില്ലേ. എന്താ അതിൻ്റെ ഒരു വലുപ്പം. അതേമാതിരി റോസുമ്മ അങ്ങോട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ കൊമ്പൊക്കെ താഴത്തേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത് റോസാപ്പൂ നമുക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ട്. അവിടെ നമ്മൾ താറാവിന് വെള്ളം വെച്ച് കൊടുത്തിട്ട് വെള്ളം മാറ്റാറായിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് അധികം വെയിലില്ലാത്ത ആ പൂവിന് അത്രയ്ക്ക് ഭംഗി വന്നില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് എന്താ ഭംഗിയുണ്ട. നിങ്ങളോട് വല്ലയിടത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചേനെ. കളറ് മാത്രം പൂ നോക്കിക്ക്, കളറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് പറയണേ, നമ്മുടെ നാട്ടിലൊരു പൂവുണ്ടായിരുന്നല്ലോ, മണമുള്ള ചെമ്പകത്തിൻ്റെ പൂവ് ഉണ്ടാവണത്, വലിയ ഇതിൻ്റെ പൂവ് ഉണ്ടാവണത്. ഇതാ നോക്കിയാൽ പ്രത്യേക ഒരു പൂവാണത് ശരിക്കും. എന്താ ഇതാ നോക്കിക്കേ, നല്ല മഴയായിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അകത്തേക്ക് കയറി വന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ. പക്ഷെ മഴ പെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പൂച്ചകൾ ഓടിക്കൊണ്ടു. ഈ മഴ പെയ്യുമ്പോൾ എൻ്റെ റോസാപ്പൂ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ മഴ പെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ മഴ പെയ്ത് തുടങ്ങിയിട്ട്. ഇടി കുടുങ്ങണുണ്ട് കേട്ടോ, ഇടി വെട്ടാൻ വേണ്ടിയിട്ട് പോകണ്ടെന്ന്. സൂപ്പർ മഴയാണ്. ഇവിടെ മഴ പെയ്യുമ്പോൾ ഈ മരങ്ങളൊക്കെ ഉള്ളതിന് എന്ത് ഭംഗിയാന്ന് കാണാൻ വേണ്ടിയിട്ട്. ഏതാട്ടാ റോസാപ്പൂ. നമ്മുടെ ഇവിടെ ഒരു വെള്ളപ്പൂ ഉണ്ടായി നിൽക്കുന്ന കേട്ടോ. ഇത് ഇനി നിറച്ചും പഴമായിട്ട് വരും ആ മരം കേട്ടോ. അതിവിടെ 2-3 മരമുണ്ട്. നല്ല ഭംഗിയായിട്ട് പൂ കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ വേറെ ഉണ്ട്. ഇതിൻ്റെ കളറ് കുറച്ച് ഇതാട്ടോ, കുറച്ചും കൂടി ഒരു ഗ്രീനിഷ് അത് വന്നിട്ടുണ്ട്. മറ്റേത് നല്ല നല്ല പ്യൂർ വെള്ളയാണ്. പക്ഷെ ഇത് കുറച്ച് ഗ്രീൻ കളർ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, നിറച്ചുണ്ടായി നിൽക്കണം. ഇത് മൊത്തം ഇനി പഴമായിട്ട് വരും കേട്ടോ. നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ല്ലോ നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ ഗ്രീൻ ഹൗസിൽ പാവിയിട്ടുണ്ടായിരുന്നു അറിഞ്ഞില്ലേ. കുറേയൊക്കെ ഞാൻ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ഉണ്ട്. ഞാൻ വന്നിട്ട് ഇത് അതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓക്കെ പറിച്ചിടുന്നതിന് മുമ്പ് നിങ്ങളതിനൊന്ന് വീഡിയോ കാണിക്കാമല്ലോ എന്ന്. എന്താ ഞാനിത് ഇങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ തോട്ടത്തിൽ നടാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം അത് കുറേ വലുതായി. നേരം കിട്ടാത്തതുകൊണ്ടാണ് ഇത് നടാണ്ടിരുന്നത്. ഇപ്പോഴെങ്കിലും നട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ അധികം പയറുണ്ടാവില്ല. ഇത് നന്നായിട്ട് വലുതായി. ഞാനിങ്ങനെയാണ് പൊന്നിച്ചാണ്ട് എടുത്തത്. അതെ, കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, കുറേ തൈയുണ്ട്. എല്ലാവരും നന്നായിട്ട് വലുതായി നിന്നിട്ട്.
നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പാവി നമ്മൾ എടുക്കുമ്പോൾ അത് അതിൻ്റെ മണ്ണേപ്പാടി നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നട്ടേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മണ്ണേപ്പാടി നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് നട്ടേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ അതായത് ഇതേപോലെ ഇങ്ങനെ കിട്ടുമല്ലോ നമുക്ക്. മറ്റേത് താഴെ നട്ടതായിരുന്നു. എല്ലാവരും പറിച്ച് നടണം. ഇനി അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ചീരയൊക്കെ എല്ലാവരും വലുതായി വന്നിട്ടുണ്ട്. എല്ലാവരും പറിക്കണം. ഇത് പാൽച്ചീര കേട്ടോ. കട്ട പിടിച്ചിരുന്നിട്ടേ ചെറുതൊന്നും കണ്ടാൽ എനിക്ക് കുറേയൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇനി കുറേ പണികളൊക്കെ നടത്തട്ടെ. ഇവിടെ ഉണ്ട് കുറേ തൈകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാത്തിനെയും പറിച്ച് കുറേ സ്ഥലത്തേക്ക് നടണം. എനിക്കൊരു പരിപാടി. ഇതാ നമ്മുടെ പൂച്ചകൾക്കുണ്ടല്ലോ ചിക്കൻ വേവിച്ച് കൊടുത്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവർ കഴിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഇത് വേവിച്ചത് നമ്മളത് ഇതേ നിൽക്കണം മാറ്റാൻ. അവന് വേണ്ടിയിട്ട് ഞാൻ വേവിച്ചില്ല. കാലത്ത് തുടങ്ങി ഞാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം പോലെ അവൻ കഴിച്ചിട്ടില്ല. അവന് നമ്മൾ വെറ്റ് ഫുഡ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അവന് ഇരിക്കുന്നുണ്ട്. വെറ്റ് ഫുഡ് തീർന്നിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വേവിച്ച് കൊടുത്തത്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് നേരെ നോക്കിയിരിക്കണായിട്ടില്ലേ എവിടെയാ? ആ ഫുഡ് ഇവിടെ ഇല്ല. ആ മുഴുവൻ അവർക്കുമ്പോൾ തിന്നു. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ സമയം ഇപ്പോൾ 5:45 കേട്ടോ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നേരം വെളുക്കും. വിൻ്ററൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴും ഇപ്പോഴും നല്ല ഇരുട്ടായിരിക്കും. രാവിലെ എനിക്ക് കുറച്ച് പണികളുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇറങ്ങിയേക്കുന്നതാണ്. കാരണം പച്ചക്കറികൾ നമ്മുടെ അവിടെ ബാക്കിലെ വലിയ തോട്ടം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ പച്ചക്കറികളൊക്കെ നടാനുണ്ട്. പിന്നെ ഡാലിയ തോട്ടത്തിൻ്റെ അവിടെ കുറേ പുല്ലൊക്കെ വെച്ചെത്താനുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. അവിടെ പൂച്ചകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചിമ്പുട്ടിന് ഇവിടെ ഉണ്ട്, കാജലുണ്ട്, ക്യാഷും ഉണ്ട്. അവിടെ നമ്മുടെ വേപ്പാട്ടാ ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചേക്കുന്നത്. അതൊക്കെ ഇട്ട് നടണം. വാടാ ചിമ്പുട്ട. നിറച്ചും ചെടികൾ നട്ടിട്ടുണ്ട്. ഒരെണ്ണത്തിന് നിറച്ചും വെന്തിയും പിന്നെ സീനികയും ഡാലിയും എല്ലാം കൂടിയിട്ട് കുറേ ചെടികൾ ഈ പ്രാവശ്യം നട്ടിട്ടുണ്ട്. ഇനിയും കുറേ നടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇന്ന് നേരം കിട്ടാന്ന് വെച്ചാൽ എല്ലാവരും കുറേയൊക്കെ ഒന്ന് നട്ട് തീർക്കണം. കളികളൊക്കെ നട്ടിട്ടുണ്ട്. കോഴികളെ വെച്ചിരുന്ന അവർ ഇതിനകത്ത് കയറിയിട്ട് മാന്തണുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോഴികളൊക്കെ വെച്ചേക്കുന്നത്. ഇത് വലുതായി കഴിഞ്ഞാൽ ഒക്കെ എടുത്ത് മാറ്റണം. അതിനകത്ത് കുഞ്ഞു ഡാലിയൊക്കെ കൊണ്ടുപോയി ഇത് മൊത്തം ഡാലിയായിട്ടാണ് നട്ടിട്ടുണ്ട്. വേറെ ഓർമ്മയുണ്ട്. അതിൻ്റെ ഇതിനകത്തേക്ക് നട്ടിട്ട് അതാണ്ട് ഉഷാറായിട്ട് വരുന്നുള്ളൂ. ഭയങ്കര വലിയ ചട്ടിയാട്ടത്. അങ്ങനെ ഇന്ന് രാവിലെ പോയിട്ട് കുറേ പച്ചക്കറികളൊക്കെ നട്ടു. ഇനി നടാനിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല ചൂട് വരുന്ന ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് ചെയ്യുക. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു 5:15 ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. കാരണം ഒരു 5:30 ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല വെട്ടം വയ്ക്കും. 5:30 ആകുമ്പോൾ ശരിക്കും നന്നായിട്ട് നേരം വെളുക്കും. അങ്ങനെ രാവിലെ പോയിട്ട് ചെയ്യും. പിന്നെ വൈകിട്ട് വെയിലേക്ക് അറിയി കഴിയുമ്പോൾ വൈകിട്ട് ഇറങ്ങും. അങ്ങനെയൊക്കെ പോണ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേ, അപ്പോൾ എനിക്ക് എന്തായാലും ചോറിന് കറികൾ ഉണ്ടാക്കണം. കറികളൊന്നും ഇരിക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കണ കറികൾ അതൊക്കെ കാണിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഒരു ചെറിയ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോണത് ഇതാട്ടോ.
ഇത് വെള്ളം താഴെ വീഴും. ഇതിനെ ലോബ്സ്റ്റർ എന്നാട്ടോ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത്. കാരണം ഇതിൻ്റെ ഒരു കാല് ഞാൻ അവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പക്ഷെ നാട്ടിൽ ഞാൻ അങ്ങനെ അധികമല്ല, ഞാൻ എന്താ പറയുക, നാട്ടിൽ ഇത് കണ്ടിട്ടില്ല. നമ്മൾ മീനൊക്കെ വാങ്ങാനൊക്കെ എന്നാലും വരാപ്പുഴയൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ കുറേ മീനുകളുണ്ട്. പക്ഷേ ഈ ലോബ്സ്റ്ററിന് നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ നിന്ന് തന്നെ പോകാൻ തോന്നണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കടകളിൽ നമ്മൾ അങ്ങനെ അധികം കാണാറില്ല. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കറി വയ്ക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞണ്ട് അല്ലെങ്കിൽ ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സാധനം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ട് പറ്റേട്ടോ. ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കണില്ല, കുറേ സമയം എടുക്കും. അപ്പൊ ഇതിന്റെ ഈ ടൈലാണ് എടുക്കുക. ഇതിന്റെ കണ്ട ഒരെണ്ണം ഞാൻ അതിന് മാറ്റി വെച്ചതാ. ഞാൻ ആദ്യം ഇത് ക്ലീൻ ചെയ്യുന്നത് ഒന്നും വീഡിയോ കാണിക്കാണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കറി വെക്കുന്നത് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചു ഓക്കെ അതും കൂടിയിട്ട് വീഡിയോയിൽ കാണിക്കാമെന്ന്. എൻ്റെ ആ ടൈല് ഞാൻ അതിൻ്റെ മാറ്റിയെടുത്തത്. ഇതാണ് ഇതിൻ്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കണം ഭാഗം. ഇതിൻ്റെ ഈ സെൻറ്ററിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒരു വെയിൻ ഉണ്ടാവും, ഒരു ഞരമ്പ് ഉണ്ടാവും. അത് അതിൻ്റെ കുടലാന്ന് തോന്നണു. അത് നമ്മൾ ഇങ്ങനെ കളയണം. അത് കഴിഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അത്രയ്ക്കുള്ള പരിപാടി. പിന്നെ ഇതിൻ്റെ തലയാണ് ഏറ്റവും വലുത്. പക്ഷേ തല നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. തലയുടെ ഉള്ളിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ രണ്ട് ഇതുണ്ടല്ലോ, കണ്ടില്ലേ, ഇതിൻ്റെ രണ്ട് ഇതുണ്ട്, ഈ ഭാഗം ഇത് രണ്ടും ഇടും. അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ അത് അധികം പൊന്തിക്കാത്തതേ, അതിന് വെള്ളം നന്നായിട്ട് വീഴുന്നുണ്ട്. പിന്നെ ലോബ്സ്റ്റർ എന്താ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോഴുണ്ടല്ലോ ഇതിനകത്ത് കുറേ ഉണ്ട്. പക്ഷെ ഇതിനകത്തുനിന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അധികമൊന്നും കിട്ടില്ലല്ലോ, കാരണം ഇതിനകത്ത് കൂടുതൽ ഷെല്ലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ ഇങ്ങനത്തെ മീറ്റുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നന്നാക്കാൻ പോണേലും മുമ്പ് നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടാവും അതിൻ്റെ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോകും. കാരണം ഇത് ഷെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ മീറ്റൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കഴുകുമ്പോൾ പിന്നെ അത് നമ്മൾ അങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ക്ലീൻ ചെയ്യാൻ പോണേലും മുമ്പ് നന്നായിട്ട് അതിനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുക. അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പം ഇനി ഇത് നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഓണാക്കട്ടെ. ഇതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് നമ്മളിപ്പോൾ കുറച്ചായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരു റൈസും കൂടിയിട്ട് കാണിക്കാം. ഞാൻ കുറച്ച് നാളായി അത് അന്വേഷിച്ച് നടക്കുന്നത്. നമ്മുടെ കുത്തരി തന്നെയാണ് അത്. പക്ഷേ നമ്മുടെ കുത്തരി നമ്മൾ നല്ല ചൂട് തന്നെ എൻ്റെ അടുത്ത്. നമ്മുടെ കുത്തരി നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയ്ക്ക് ചുമന്ന കളർ ഉണ്ടാവില്ലല്ലോ. ഈ റൈസിന് ഒരു പേരുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പേര് ഞാനത് വാങ്ങാൻ പോകുന്ന സമയത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ മറന്നുപോയി. ഇത് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞുമ്പോഴല്ല ചോറിന് നല്ല ചുമന്ന കളറായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോയിലേക്ക് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിട്ട് ഞാൻ ഈ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ റൈസ് ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ അവസാനം എനിക്ക് ആ റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ റൈസ് ഞാൻ വയ്ക്കുന്നുണ്ട്, നിങ്ങളെ കാണിക്കട്ടെ. അത് പിന്നെ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പിന്നെ നമ്മുടെ ഫ്രോസൺ തേങ്ങയ്ക്കൊക്കെ ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതിനു മുമ്പ് പറയാറുണ്ട്, നല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞില്ലേ. ഈ വെളിച്ചെണ്ണയ്ക്ക് ആദ്യം $13 ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച വരെ. ഈ ആഴ്ച ഈ വെളിച്ചെണ്ണയ്ക്ക് $18 ആയിട്ടുണ്ട്. ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് പ്രൈസ് കയറിയിട്ടുണ്ട്. ഇവിടെ നാട്ടിലായിരുന്നാലും വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കയറിയിട്ടുണ്ടെന്ന് തോന്നല്ലേ. എനിക്കൊന്നിപ്പോൾ തേങ്ങ ആൾക്കാർക്ക് അധികം ഇല്ലല്ലോ. പിന്നെ വീട്ടിൽ ആട്ടിച്ചൊക്കെ ഇടുന്നവർക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. അത് റെക്കോർഡ് ഓണായിരുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു വലിയൊരു സവോള ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടുണ്ട്. പിന്നെ ഇതിനനുസരിച്ചിട്ട് പച്ചമുളക്. ഇനി ഇത് നന്നായിട്ട് വഴന്നിട്ട് മുരിഞ്ഞ് വരണോട്ടെ. നമ്മുടെ സവാളയ്ക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല പൊടികളൊക്കെ ചേർക്കട്ടെ. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതാ ഇത്രയ്ക്ക് ചേർക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ടെ.
ഞാൻ അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയായിട്ടാണ് ചേർക്കുന്നത്. ഇതേപോലെ അങ്ങനെ ടേബിൾ സ്പൂണിൽ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കട്ടെ. ഇത് മെഷറിംഗ് സ്പൂണിൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇത് ഇത്ര ചേർക്കുന്നുണ്ട്. കാരണം മുളക് പൊടി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റെ എരിവ് കുറയുമല്ലോ. പിന്നെ അത് എരിവ് കുറയാണ്ടിരിക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് കുറയാണ്ട്. ഞാൻ നോക്കിയേ ഇപ്പം നമ്മുടെ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിയൊരു തക്കാളിയായിട്ട് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് സെപ്പറേറ്റ് തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് കൂടുതൽ നേരം നമ്മൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കും. അപ്പം ആ തക്കാളിക്ക് അതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരും. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കില്ല. അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ടാണ്ട് വെന്ത് അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ ലോബ്സ്റ്റർ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിവിടെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ആയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2-ാം പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കും. ഞാനിവിടെ ഒരു ചെറിയൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടാണ് പാലെടുത്തേക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വയ്ക്കട്ടെ. അപ്പം ഈ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇത്രയ്ക്ക് ബദാം എടുത്തിട്ടുണ്ട്. ബദാമിന് പകരം കശുവണ്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കശുവണ്ടി ചേർക്കട്ടെ. പക്ഷെ ബദാം ചേർത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. ശരിക്കും നമ്മൾ ആദ്യം വിചാരിച്ചത് കറിയിൽ നമ്മൾ കശുവണ്ടി മാത്രമാണ് നമ്മൾ അരച്ച് ചേർക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ബദാം ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഷ്യൂനട്ടിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മുടെ കശുവണ്ടി. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനൊരു 2 പിടി തേങ്ങയായിട്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തേക്കുന്ന തേങ്ങ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം കേട്ടോ. ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് ഇതിൻ്റെ ചാറുണ്ടല്ലോ, ഇതിൻ്റെ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടാ ഞാൻ പറഞ്ഞ ആ അരി. ഇതിനെ സാമ്പാർ റൈസ് എന്നാട്ടാ പറയുന്നത്. SAMBA അങ്ങനെയാണ് ആ കവർമ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കുത്തരി തന്നെയാണ്. ഇതാണ് നോക്കിക്കേ. പക്ഷേ ചോറ് വെച്ച് കഴിയുമ്പോൾ നല്ല കളറായിരിക്കും. പിന്നെ അരിമണിയാണെങ്കിലും നമ്മുടെ മറ്റേ ബിരിയാണി വയ്ക്കുന്ന നമ്മുടെ ജീര റൈസ് ഉണ്ടല്ലോ, അതേപോലെ ചെറിയ അരിമണിയാണ് വേണ്ട. നോക്കിക്കേ. ഇപ്പം നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏതോ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് ചാറ് വേണം കേട്ടോ. കാരണം ഇതിൻ്റെ ഈ ചാറ് കൂട്ടി ചോറിനാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, 1-ാം പാല്, അത് കൂടിയിട്ട് ചേർക്കട്ടെ. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കറിവേപ്പില നേരത്തെ ചേർക്കണമായിരുന്നു. നേരത്തെ പറഞ്ഞ് ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുള്ള ഓർത്തൻ്റെ കയ്യിൽ ഇരിക്കണുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ലോബ്സ്റ്റർ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോട്ടിട്ടാ. ശരിക്കും നല്ല രുചിയാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണിത്. ഇതിൻ്റെ ഈ ചാറ് മാത്രം മതി നമുക്ക് ചോറിനാൻ പറ്റുക. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. കഴിച്ചോട്ടെട്ടോ. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് എരിവുണ്ട്. ഞാനൊരു ഇച്ചിരി എരിവിലുണ്ടാക്കിയതാണ്. കാരണം ഒരു ഇച്ചിരി എരിവ് വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ നമ്മുടെ ചുമന്ന ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഞാനിവിടെ നിന്ന് സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് ചോറ് റെഡി ആകുമ്പോൾ നമുക്ക് കറിയും കൂടിയിട്ട് കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് പറയാം കേട്ടോ. എന്ത് രുചിയെന്ന് അറിയാം.
നമുക്ക് കറി മുടിയില്ലേ. നേരത്തെ എഴുന്നേറ്റാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പഴംപൊരിയുടെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. ഞാൻ ഈ കവറ് ഞാൻ മാറ്റിയിട്ടില്ല, കറുവപ്പാടി തന്നെ ഇരിക്കണേ. മൈദപ്പൊടിയിട്ട് 3, ഇത് വലിയ സ്പൂണാട്ടാ, 3 സ്പൂൺ. പിന്നെ അടുത്തത് കോൺഫ്ലോർ, അത് 1 സ്പൂൺ ചേർക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇത് അരിപ്പൊടി കേട്ടോ, അരിപ്പൊടി 1/2 സ്പൂണാട്ടോ ചേർക്കണേ. അപ്പം ഇതിൽ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് ഇച്ചിരി കൂടുതൽ ചേർക്കാം, പക്ഷേ മഞ്ഞളിൻ്റെ കുത്ത് വരില്ല. കാരണം നമ്മൾ എണ്ണയിലിട്ടിട്ട് മൊരിക്കുമ്പോഴേ ആ മഞ്ഞളിൻ്റെ ടേസ്റ്റൊക്കെയാണ് പൊക്കോളും. പിന്നെ നമ്മുടെ കറുത്ത എള്ള്, ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇത് അയമോദകം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. അത് എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചേർക്കാം കേട്ടോ, അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ ബാറ്ററിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. ഞാൻ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കാറില്ല, കാരണം പഴത്തിന് നല്ല മധുരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാറ്ററിലേക്ക് പിന്നെ പഞ്ചസാര വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിക്ക് മിക്സ് ചെയ്യില്ലേ, അതേപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് വെള്ളം പോലെ എടുക്കരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ പഴത്തുമ്മ കോട്ടിങ് കിട്ടില്ലല്ലോ. ഇത് നല്ല മധുരമുള്ള പഴം കേട്ടോ. ഇവിടെ ചില സമയത്ത് കിട്ടുമ്പോൾ കല്ലച്ച പഴമായിരിക്കും, പക്ഷേ ഇതിന് നല്ല മധുരമുണ്ട്. ഇതേപോലെ ഇത്രയ്ക്ക് വലിപ്പം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചുമന്ന ചോറ് ഞാനിവിടെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ ചുമന്ന ചോറിൻ്റെ കളറ്. ഇനി നമ്മുടെ സാധാരണ കുത്തരിച്ചോറ്, ഇതാണ് നമ്മുടെ സാധാരണ കുത്തരിച്ചോറ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കളർ വ്യത്യാസം കണ്ടില്ലേ. ഇത് കഞ്ഞിയായിട്ട് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റായിട്ട്, കാരണം ഇത് ചെറിയ തരിയാണല്ലോ. ഇതിന് സാധാരണ നമ്മുടെ കുത്തരിയുടെ അത്രയ്ക്ക് വേവില്ല കേട്ടോ. ഞാനിത് അങ്ങനെ വെച്ചിട്ടില്ല, ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എനിക്ക് തോന്നുന്നു 1 വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്റ്റീം കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു പൊടിക്ക് വേവ് ഇല്ല, വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ കുറച്ച് സ്റ്റീം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫുള്ള് സ്റ്റീം കളഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് വേവ് കൂടും കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും, ചെറിയ അരിമണിയാണല്ലോ. അപ്പോൾ ഈ കളർ വ്യത്യാസം ഇല്ല എന്ന് പറയരുത്, കണ്ട ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ. അപ്പോൾ നമ്മുടെ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇതാട്ടോ നമ്മുടെ ചുമന്ന ചോറെന്ന് പറഞ്ഞത്. അതിൻ്റെ കൂടെ നമ്മുടെ ലോബ്സ്റ്റർ കറി. അപ്പം നമ്മുടെ കോയിൻ പഴംപൊരിയും പിന്നെ നമ്മുടെ ചുമന്ന ചോറും പിന്നെ ലോബ്സ്റ്റർ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാവരും കൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടോ. ഇവിടെ നല്ല ചൂടുണ്ട് ഇന്ന്, അവിടെ സൺലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോസ് പൂ ഉണ്ടായിക്കണല്ലേ, ഇതിപ്പോൾ കുറേ പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കാം. കുറേ മുട്ട വിരിയാനുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ട് കുറേ പൂ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊരു കാറ്റൊക്കെ വീശിട്ടുണ്ട്. നമ്മുടെ കോഴീനെ താറാവിനെയൊന്നും അയച്ചിട്ടിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്ന് നിന്നേനെ. നമ്മുടെ പൂച്ചകളൊക്കെ ആയിരുന്നാലും ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണെന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കാണ്. ഇനിയിപ്പോൾ ഒരു ചിമ്പൂട്ട ചിലപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വരും കേട്ടോ. അത് എവിടെ എത്ര ഉറക്കമായിരുന്നാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടിയെത്തും. എന്തായാലും ഇപ്പോൾ ആളെ കാണാനില്ല, ചിലപ്പോൾ വീഡിയോ കഴിയുമ്പോഴേക്കും ആൾ എത്തും കേട്ടോ. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾ വരും, പക്ഷെ അവനെ വിളിക്കില്ല പകല് നേരത്ത്, കാരണം അല്ലെങ്കിൽ അവൻ്റെ ഉറക്കം ശരിയാവില്ലല്ലോ. അത്രയ്ക്ക് സ്നേഹ. ആസ്പിൻകുട്ടനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്താണ്. കിളികളുടെ സൗണ്ട് നിങ്ങൾ കേൾക്കണില്ലേ. ഇവിടെ ഒരു കിളി
കുഞ്ഞുങ്ങളെ വിരിച്ചിട്ട് അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ ആ റോസാപ്പൂവിൻ്റെ വീഡിയോ കാണിക്കുന്നതിൽ ഞാനത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങൾ ആരും കണ്ടില്ലേ? കാരണം ചിമ്പു അത് വലിയൊരു മരം, അതിൻ്റെ മുകളിൽ കയറേണ്ടതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും കമൻസിൽ അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമതും ചിമ്പു അവിടെ ചെന്ന് നെയ്മ മരത്തിൻ്റെ മുകളിൽ ആ കുഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അതിന് ഇവൻ പോയിട്ട് അപ്പുറത്തേക്ക് ചാടിയിട്ട് പിന്നെ കുഞ്ഞിനെ എടുത്തിട്ട് അവൻ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയണം. ഞാൻ വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിളികൾക്ക് ഭയങ്കര പേടി അവരുടെ കുഞ്ഞുങ്ങളെ എടുക്കുമെന്നുള്ളത്. പക്ഷേ ചിമ്പു ഒരു കൂസലില്ലാണ്ട് നടക്കുന്നുണ്ട്. ചിമ്പുവിന് അവർ അറ്റാക്ക് ചെയ്യാനൊന്നും വരുന്നില്ല. പക്ഷെ നമ്മുടെ ആസ്പിങ്ങോട്ടനാണോ ഭയങ്കര പാവം. അവനങ്ങനെ കിളീനെ പിടിക്കില്ല, ഒന്നിനെ പിടിക്കൊന്നുമില്ല. പക്ഷെ അവന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾ ചുറ്റോർത്തുനിന്ന് വന്നിട്ട് അവനെ കൊത്താൻ വേണ്ടിയിട്ട് വരാം. അത് കാരണം അവനെ എപ്പോഴും അകത്ത് തന്നെ ഇരിക്കുക. അവന് ബാത്റൂമിൽ വരെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റണില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അകത്ത് അവനെ ലിറ്റർ ബോക്സ് നമ്മൾ ആദ്യമേ തുടങ്ങി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനങ്ങനെ പോകാറില്ല, പുറത്ത് പോകുമ്പോഴേ പോകാറ്. പക്ഷെ ഇപ്പോൾ അവൻ അവിടെയാണ് പോണത്. ചില ദിവസങ്ങളിലേക്ക് അവിടെ ലിറ്റർ ബോക്സിലാണ് പോണത്. എന്നിട്ട് വൈകിട്ട് ആകുമ്പോൾ കിളികളൊക്കെ പോകുമല്ലോ, കിളികൾ കൂടി കയറുമല്ലോ. ആ നേരം ആകുമ്പോഴാണ് നമ്മുടെ ആസ്പിൻ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. പക്ഷെ ചിമ്പുവാണ് ചെയ്യുന്നത് എല്ലാവരും. പക്ഷേ ചിമ്പുവിന് ഒരു കൂസലില്ലാണ്ട് ചിമ്പു നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കോയും പഴംപൊരിയും പിന്നെ നമ്മുടെ ചോറൊക്കെ ആയിട്ട് ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ചോറിൻ്റെ കളറ് ക്യാമറയിൽ ശരിക്കും കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റൈസും ഈ റൈസിൻ്റെ കളറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഇത് ചിലപ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതാട്ടോ. അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം അല്ലെങ്കിൽ പഴംപൊരി വലിയതായിട്ട് ഇടുമ്പോൾ അതിന് തിരിക്കാനും മറിച്ചിടാനും മൊരിച്ചിട്ട് എടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ്. പഴത്തിന് പിന്നെ നല്ല മധുരം ഉണ്ടെന്ന് വെച്ചാൽ പഴം ഇതേപോലെ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി അത് നമ്മുടെ എള്ളും പിന്നെ അയമോദകമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അയമോദകം ചേർക്കണോട്ടുണ്ടെങ്കിൽ അത് നല്ല രുചിയുണ്ടാവും. ഓക്കെ, പിന്നെ വറുത്തെടുക്കുമ്പോഴൊക്കെ എന്താണ് നമുക്ക് വളരെ കുറച്ച് ഓയിലിൽ നമുക്ക് വറുത്തെടുക്കാം. മറ്റേ നമ്മൾ വലിയ പഴംപൊരി ആകുമ്പോൾ അത് മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് ഓയിൽ വേണമല്ലോ. ഇതാകുമ്പം ചെറുതായിട്ട് ഇടുമ്പോൾ ഒരുപാട് ഓയിലില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ തിന്നിട്ട് ഇത് നമ്മുടെ ചോറ്. ഈ ചോറുണ്ടല്ലോ, ഈ ചോറ് എനിക്ക് ഇങ്ങനെ കയ്യിൽ ഉരുട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ചോറാണല്ലോ എപ്പോഴും കഴിച്ച് ശീലിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും കുത്തരിയുടെ ചോറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഇത് കുറച്ചും കൂടിയും ഇതിൻ്റെ മുകളിൽ ആ തവിടും സാധനങ്ങളും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ കയ്യിൽ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ചോറ് പിടിക്കുന്ന ആ ഒരു ടെക്സ്ചർ അല്ല. പക്ഷേ ടേസ്റ്റ് കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് പോലെ തന്നെ കഴിച്ച് കഴിയുമ്പോൾ പറഞ്ഞു സെയിം ടേസ്റ്റാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മറ്റേ ചോറാണ് ഇഷ്ടം. പക്ഷേ ഇത് കഞ്ഞിയൊക്കെ ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല അതാട്ടോ. പിള്ളേർക്കായിരുന്നാലും ഇഷ്ടമാവും. കാരണം ഇത് ചെറിയ മണിയാണല്ലോ. അങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ പച്ചരി വെക്കുന്ന ചോറും കുത്തരിയും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ, അത്രയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമുക്കത് ഇങ്ങനെ മറ്റേതിങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതൊക്കെ കൂടുതലൊന്നും പറയില്ല. അത് ഞാൻ നമ്മുടെ ഈ ലോബ്സ്റ്റർ മാത്രമല്ല കേട്ടോ ഇങ്ങനെ കറി വയ്ക്കുക. ലോബ്സ്റ്ററൊന്നും നമ്മൾ എപ്പോഴും അങ്ങനെ വാങ്ങിച്ച് അങ്ങനെ വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മൾ ലോബ്സ്റ്ററൊക്കെ വാങ്ങിച്ച് കറി വയ്ക്കണം. ഞണ്ടായിരുന്നാലും ക്രാബായിരുന്നാലും ഇതേപോലെ തന്നെ കറി വയ്ക്കേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ അരച്ചും ചേർക്കുക, തേങ്ങാപ്പാലും ചേർത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ മീറ്റിലൊന്നും ഫാറ്റൊന്നും ഇല്ലല്ലോ. അപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിക്കുക. അപ്പം നല്ല രുചി ഉണ്ടാവും. കഴിച്ചോണ്ടില്ല നല്ല കാറ്റ് ഇഷ്ടം. കാറ്റ് വീശുമ്പോഴുണ്ടല്ലോ ചെറിയൊരു തണുപ്പുണ്ട്. ശരിക്കും സമ്മറൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. അപ്പം ഈ ചോറ് കൊണ്ടാണില്ല. പിന്നെ ചോറ് കുഴപ്പമില്ല കേട്ടോ. അരി ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വെച്ചോളൂ. ശരിയും നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. വേവും നമ്മുടെ ചോറിനേക്കാളും കുറച്ചുകൂടി പെട്ടെന്ന് വേവുണ്ട്. ഇനിയും വെയിലൊക്കെ ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്ത് നമ്മുടെ റോസാപ്പൂവൊക്കെ ഉണ്ടല്ലോ കുറേയൊക്കെ കൊഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നേ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പൂക്കളൊക്കെ കാണിച്ചു കേട്ടോ. റോസാപ്പൂ കുറേ ഉണ്ടായിരുന്നു. നേരത്തെ ഒരു പൊട്ടണ സൗണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കും. അവിടെ നമ്മൾ കൊതുകിനെയും പ്രാണീനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു ലൈറ്റ് വെച്ച് വെച്ചിട്ട് അമ്മ ചെന്നിട്ട് പ്രാണികൾ ചെന്ന് വീഴുമ്പോൾ
ഭയങ്കര സൗണ്ടാണ്. അതെ, ഇപ്പം ഞാൻ കഴിയുന്നില്ല. വൈകുന്നേരം പുറത്തേക്ക് പോയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഇനി കുറേ പണികളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് അവിടെ കിടന്ന ആനകളെ അണ്ണാനാന്ന് തോന്നുന്നു, കോഴിക്കോടിൻ്റെ അടിയിൽ. ഓക്കെ, അപ്പം ഇന്ന് കൊണ്ട് ഞാൻ ആദ്യം പോലെ